ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജീവ് ലശ്ശേരി. സിനിമ കഥയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2025 ഏപ്രിൽ മാസം റിലീസായ മലയാള സിനിമകളെ കുറിച്ചാണ്. കുറച്ച് ചിത്രങ്ങൾ മാത്രമാണ് ഏപ്രിൽ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയത്. അതിൽ പലതും പരാജയ ചിത്രങ്ങളായിരുന്നു എന്നത് ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. അധികം താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. ഏപ്രിൽ മാസങ്ങൾ എന്ന് പറയുന്നത് സിനിമയെ സംബന്ധിച്ച് എപ്പോഴും ഒരു ഭാഗ്യമാസം കൂടിയാണ്. കാരണം വെക്കേഷൻ, അവധി ആഘോഷിക്കുന്ന കുട്ടികളും കുടുംബങ്ങളും ഒക്കെ തിയേറ്ററുകളിലേക്ക് എത്താൻ സാധ്യതയുള്ള മാസമാണ് ഏപ്രിൽ മാസം. മാർച്ചിലെ പരീക്ഷയുടെ ചൂടുകളും എല്ലാം ഒഴിവാക്കി ഏപ്രിലിൽ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി ജനങ്ങൾ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഒരു മാസം കൂടിയാണ് ഏപ്രിൽ. അപ്പോൾ ഏപ്രിൽ ആദ്യം, അതായത് ഏപ്രിൽ 10-ാം തീയതി റിലീസ് ചെയ്ത സിനിമയാണ് ബസൂക്ക. മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂക്ക നായകനായി വന്ന സിനിമയായിരുന്നു ബസൂക്ക. മലയാളത്തിന്റെ സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് കഥയൊരുക്കിയ കലു ഡെന്നീസിന്റെ മകൻ ഡീനോ ഡെന്നീസ് ആദ്യമായിട്ട് കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ബസൂക്ക. ബസൂക്കയിലെ പ്രധാന താരങ്ങൾ മമ്മൂക്കയ്ക്കൊപ്പം ഗൗതം വാസുദേവ മേനോനും ദിവ്യ പിള്ള, ബാബു ആന്റണി, അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ബസൂക്കയിൽ അണിനിരന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 28 കോടിയോളം മുതൽ മുടക്കിൽ പുറത്തെത്തിയ ചിത്രമായിരുന്നു ബസൂക്ക. തിയേറ്ററിൽ നിന്ന് ഏകദേശം 25.16 കോടി രൂപ മാത്രമാണ് ബസൂക്കയ്ക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ബസൂക്കയെ ഒരു ഫ്ലോപ്പ് ചിത്രങ്ങളുടെ പട്ടികയിലാണ് പെടുത്താൻ കഴിയുക. ഏപ്രിൽ 10-ാം തീയതി തന്നെ ബസൂക്കയ്ക്കൊപ്പം റിലീസ് ചെയ്ത മറ്റൊരു ചിത്രമായിരുന്നു മരണമാസ്. സിജു സണ്ണി കഥ എഴുതി ശിവപ്രസാദ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു മരണമാസ്. ബേസിൽ ജോസഫ്, സിജു സണ്ണി, സുരേഷ് കൃഷ്ണ, ബാബു ആന്റണി, രാജേഷ് മാധവൻ, അങ്ങനെ വലിയൊരു താരനിര തന്നെ മരണമാസിനൊപ്പം ഉണ്ടായിരുന്നു. ടൊവിനോ തോമസിന്റെ പ്രൊഡക്ഷൻ കമ്പനിയായ ടൊവിനോ തോമസ് പ്രൊഡക്ഷൻ കൂടി പ്രൊഡക്ഷൻ പങ്കാളിയായ ചിത്രമായിരുന്നു മരണമാസ്. ഒരു ബ്ലാക്ക് കോമഡി ജോണറിലാണ് മരണമാസ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. ബോക്സ് ഓഫീസിൽ ഏകദേശം 18 കോടിയോളം കളക്ട് ചെയ്ത് ഒരു ആവറേജ് ഹിറ്റ് എന്നുള്ള നിലയിൽ മാത്രം കൂട്ടാവുന്ന ഒരു ചിത്രമാണ് മരണമാസ്. ഏപ്രിൽ 10-ാം തീയതി തന്നെ മറ്റൊരു ചിത്രം കൂടി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആലപ്പുഴ ജിംഖാന. ഖാലിദ് റഹ്മാൻ സംവിധാനം നിർവഹിക്കുകയും അദ്ദേഹം പ്രൊഡക്ഷൻ പങ്കാളിയാകുക കൂടി ചെയ്ത ചിത്രമായിരുന്നു ആലപ്പുഴ ജിംഖാന. നസ്രിൻ, ലുക്മാൻ അവറാൻ, അതുപോലെ ഗണപതി തുടങ്ങിയ യുവതാരങ്ങൾ അണിനിരുന്ന ചിത്രമായിരുന്നു ആലപ്പുഴ ജിംഖാന. സെൻട്രൽ പിക്ചേഴ്സ് ആണ് ആലപ്പുഴ ജിംഖാന വിതരണത്തിന് എത്തിച്ചിരുന്നത്. ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം 64.30 കോടി രൂപയോളം കളക്ട് ചെയ്ത് ആലപ്പുഴ ജിംഖാന ഒരു സൂപ്പർ ഹിറ്റ് ചിത്രം എന്ന നിലയിലാണ് തിയേറ്ററുകളിൽ വിട്ടത്. അതിനുശേഷം ഏപ്രിൽ 14-ാം തീയതിയാണ് എബനേസർ എന്നൊരു ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. മിഥുൻ ബോസ് സംവിധാനം ചെയ്ത് ഐശ്വര്യ ശേഖറും അതുപോലെ അഞ്ജന പ്രസാദും ഒക്കെ അണിനിരുന്ന ഒരു ചിത്രമായിരുന്നു. അതൊരു ലോ ബഡ്ജറ്റ് ചിത്രമായിരുന്നു. പക്ഷെ അത് തിയേറ്ററിൽ വേണ്ട വിധത്തിലുള്ള ചലനങ്ങൾ സൃഷ്ടിക്കാതെ തിയേറ്ററിൽ വിട്ടുപോയ ചിത്രമായിരുന്നു എബനേസർ. അതിനുശേഷം ഏപ്രിൽ 18-ാം തീയതി ഹത്താനെ ഉദയ എന്ന് പറയുന്ന ഒരു ചിത്രം റിലീസായി. നാടക കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ പിറന്ന ഒരു ചിത്രമായിരുന്നു ഹത്താനെ ഉദയ. അതില് ദേവരാജ് കോഴിക്കോട്, അതുപോലെ തന്നെ രാം വിജയ്, ആതിര, ഷൈനി വിജയൻ, അങ്ങനെ തുടങ്ങിയ കുറച്ച് താരങ്ങളായിരുന്നു അണിനിരന്നിരുന്നത്. ചിത്രം തിയേറ്ററുകളിൽ വേണ്ടത്ര ചലനം സൃഷ്ടിക്കാതെ പുറത്തു പോവുകയാണ് ഉണ്ടായത്. മാനത്തെ കൊട്ടാരം, ചന്ത, പൂനിലാമഴ, അങ്ങനെ എണ്ണം പറഞ്ഞ കുറെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധാനം കൂടിയായിരുന്ന സുനിൽ ഡയറക്ട് ചെയ്ത് പുറത്തെത്തിയ ഒരു ചിത്രം ഏപ്രിൽ 19-ാം തീയതി റിലീസ് ചെയ്തിരുന്നു. അതിന്റെ പേരാണ് കേക്ക് സ്റ്റോറി. വേദ സുനിലും അശോകനും ബാബു ആന്റണിയും മല്ലിക സുകുമാരനും ഒക്കെ അണിനിരുന്ന ഒരു ചിത്രമായിരുന്നു കേക്ക് സ്റ്റോറി. കേക്ക് സ്റ്റോറിയും ഈ പറഞ്ഞതുപോലെ തിയേറ്ററുകളിൽ വേണ്ടത്ര ചലനം സൃഷ്ടിക്കാതെ പോവുകയാണ് ഉണ്ടായത്. ഏപ്രിൽ 24-ാം തീയതി പടക്കുതിര എന്നൊരു ചിത്രം തിയേറ്ററിലേക്ക് എത്തി. സലോൺ സൈമന്റെ ഡയറക്ഷനിൽ എത്തിയ ചിത്രമായിരുന്നു പടക്കുതിര. അജു വർഗീസും സിജു റോസും ഒക്കെ അണിനിരുന്ന ചിത്രമായിരുന്നു പടക്കുതിര. ആ ചിത്രവും ഈ പറഞ്ഞ പോലെ തിയേറ്ററുകളിൽ വേണ്ടത്ര ചലനം സൃഷ്ടിക്കാതെ പോയ ചിത്രം തന്നെയായിരുന്നു. ഏപ്രിൽ 25-ാം തീയതി ഹിമുക്രി എന്ന് പറഞ്ഞൊരു ചിത്രം തിയേറ്ററിലേക്ക് എത്തി. ബിനു വർഗീസ് ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു ഹിമുക്രി. അരുൺ ദേവപ്രസാദ്, ശൈലജ ശ്രീധരൻ, അങ്ങനെ തുടങ്ങിയ കുറച്ച് താരങ്ങളായിരുന്നു ആ ചിത്രത്തിൽ അണിനിരുന്നിരുന്നത്. ആ ചിത്രവും തിയേറ്ററിൽ ഒരു ചലനവും സൃഷ്ടിക്കാതെ കടന്നു പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് മലയാളത്തിൽ ഇപ്പോൾ ഏറ്റവും ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന തുടരും എന്ന ചിത്രം തിയേറ്ററിലേക്ക് എത്തിയത്. തരുൺ മൂർത്തി, അതായത് ഓപ്പറേഷൻ ജാവയുടെയും സൗദി വെള്ളക്കയുടെ ഒക്കെ സംവിധായകൻ കൂടിയായിരുന്ന തരുൺ മൂർത്തിയുടെ 3ാമത് സംവിധാന സംരംഭമായിരുന്നു തുടരും. ലാലേട്ടനും ശോഭനയും നീണ്ട ഒരു കാലയളവിന് ശേഷം തിയേറ്ററുകളിലേക്ക് നായകന്മാരായി എത്തിയ ചിത്രമായിരുന്നു തുടരും.
ഏപ്രിൽ മാസം കഴിഞ്ഞു പോയിട്ടും തിയേറ്ററിൽ ജനത്തിരക്കോടുകൂടി ചിത്രം വിജയകരമായ പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തുടരും. ഇതുവരെയുള്ള കളക്ഷൻ ഏകദേശം 83.80 കോടി രൂപയോളം ആയിട്ടുണ്ട്. ഇനിയും ചിത്രം ഒരുപാട് മുന്നേറാനുണ്ട് എന്നാണ് ഇതുവരെ കിട്ടുന്ന സൂചനകൾ. ചിത്രം ഇപ്പോൾ തന്നെ ഒരു സൂപ്പർ ബ്ലോക്ക്ബസ്റ്റർ ചിത്രം എന്ന നിലയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. 2025 എമ്പുരാന് ശേഷം ലാലേട്ടന്റെയും തരുൺമൂർത്തിയുടെയും ശോഭനയുടെയും തുടരും എന്ന ചിത്രം മുന്നേറും എന്നുള്ള പ്രതീക്ഷയിലാണ് സിനിമാ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്. 2025 ഏപ്രിൽ മാസം ആകെ 9 ചിത്രങ്ങളാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്, മലയാള സിനിമകൾ. അതിൽ ഏകദേശം 4 ചിത്രങ്ങൾ മാത്രമാണ് തിയേറ്ററിൽ എന്തെങ്കിലും ഒരു ചലനം സൃഷ്ടിച്ച് മുന്നേറിയത്. ബസൂക്ക, മരണമാസ്, ആലപ്പുഴ ജിങ്കാന, ഇപ്പോൾ തുടരും. ഈ ചിത്രങ്ങളാണ് തിയേറ്ററിൽ ഏകദേശം ആളെ കയറ്റിയ ചിത്രങ്ങൾ. ഇതിനോടൊപ്പം തന്നെ മറ്റു ഭാഷാ ചിത്രങ്ങളും മലയാള സിനിമയുടെ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. കലാജിത്തിന്റെ ബാഡ് ഗുഡ് അഗ്ലിയൊക്കെ അത്യാവശ്യം കളക്ഷൻ നേടിയ ചിത്രങ്ങൾ തന്നെയാണ്. 2025 മെയ്യില് പുതിയ ചിത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ശുഭവാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. ആ ചിത്രങ്ങളൊക്കെ തന്നെ മികച്ച വിജയം നേടി തിയേറ്ററിൽ നിന്ന് പോകട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ ആശംസിച്ചുകൊണ്ട് സിനിമാ കഫേ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം രാജീവ് പുലശ്ശേരി.